വീടുകൾ ജപ്തി ചെയ്യരുത്. ഏത് ബാങ്കാണെന്ന് നോക്കണം. കേരള ബാങ്കാണ്. സഹകരണ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകുമെന്ന് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞത്. ആ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. നമ്മുടെ സംസ്ഥാനത്ത് ബാങ്കുകൾ വീടുകൾ ജപ്തി ചെയ്യുന്നതിനെതിരെ വലിയ പ്രസ്ഥാനം തന്നെ കേരളത്തിൽ ഉയർന്നു വന്നതാണ്. ഇക്കാര്യത്തിൽ സഹകരണ മേഖല മാതൃക കാണിക്കണം എന്നതാണ് പൊതുവെ നാം സ്വീകരിച്ച നിലപാട്. അതിന്റെ ഭാഗമായി ചെയ്യാൻ പറ്റുന്ന കാര്യം, വീട് ജാമ്യമായിട്ടുണ്ടെങ്കിൽ ആ വീട് ജപ്തി ചെയ്യുന്ന നില സാധാരണഗതിയിൽ സ്വീകരിക്കാൻ പാടില്ല. അത് അവിടെ താമസിക്കാനുള്ള അവകാശം അവിടെ ഉള്ള ആൾക്കാർക്ക് അവരെ വഴിയാധാരമാക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല. ആ നില സഹകരണ മേഖലയാകെ സ്വീകരിച്ച് പോകണമെന്ന് നേരത്തെ കണ്ടതാണ്. അത് കർശനമായി പാലിക്കാൻ എല്ലാ സഹകരണ സ്ഥാപനങ്ങളും തയ്യാറാകണമെന്നുള്ള നിർദ്ദേശം പൊതുവെ കൊടുക്കുന്നു. തിരുവല്ല ചാത്തങ്കരിയിൽ 2 കുട്ടികളടങ്ങുന്ന കുടുംബത്തെ വഴിയാധാരമാക്കി സഹകരണ ബാങ്കിന്റെ ജപ്തി നടപടി. 5 സെന്റിൽ താഴെ ഭൂമിയുള്ളവരുടെ ബാധ്യതയിൽ ജപ്തി ഉണ്ടാകരുതെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം മറികടന്നാണ് 4.5 സെന്റ് ഭൂമി മാത്രമുള്ള ചാത്തങ്കരി സ്വദേശി അനിയൻ കുഞ്ഞിന്റെ കുടുംബത്തിനെതിരായ ബാങ്ക് നടപടി. നിലവിൽ വീടിനോട് ചേർന്ന് ടാർപോളിൻ ഷീറ്റ് വലിച്ചു കെട്ടിയാണ് ഈ കുടുംബം താമസിക്കുന്നത്. തിരുവല്ല സ്വദേശി അനിയൻ കുഞ്ഞിന്റെ ജീവിതം ഈ ടാർപോളിൻ ഷീറ്റിനുള്ളിലാക്കിയത് കേരളം കണ്ട നൂറ്റാണ്ടിലെ പ്രളയമാണ്. കൃത്യമായി പറഞ്ഞാൽ 2018 പ്രളയം. പത്തനംതിട്ടയിലെ ദുരിതപ്പെയ്ത്തും വെള്ളപ്പൊക്കവും തോർന്നപ്പോൾ വീടെന്ന സുരക്ഷിതത്വം നഷ്ടമായി. 2 മക്കളുള്ള തന്റെ കുടുംബത്തിന് അടച്ചുറപ്പുള്ള വീട് പണിയാൻ സഹകരണ ബാങ്കിൽ നിന്നും ലോൺ എടുത്തു. അടവ് മുടങ്ങിയതോടെ ബാങ്ക് വീട് ജപ്തി ചെയ്തു. കുടുംബം വഴിയാധാരമായി. മെയ് മാസം 22-നാണ് CPIM നിയന്ത്രണത്തിലുള്ള തിരുവല്ല അർബൻ സഹകരണ ബാങ്ക് നടപടി സ്വീകരിച്ചത്. 5 സെന്റിൽ താഴെ വസ്തുവുള്ളവരുടെ ബാധ്യതയിൽ ജപ്തി ഉണ്ടാകരുതെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം നിലനിൽക്കെയാണ് 4.5 സെന്റ് ഭൂമിയിൽ സഹകരണ ബാങ്ക് നടപടിയെടുത്തത്. വീട് അടച്ചുപൂട്ടി സീൽ ചെയ്തതോടെ കുടുംബത്തിന് അന്തിയുറങ്ങാൻ വഴിയില്ലാതായി.